ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് ഗായ്സ്, AKG വേഴ്സസ് ബോട്ട് സീരീസിൻ്റെ. അപ്പോൾ ഈ പാർട്ടിൽ നമ്മുടെ സെക്കൻഡ് ട്രാഷ് ടോക്കറായ ഹസ്ലറിനെയാണ് തോപ്പിക്കാൻ പോകുന്നത് ഗായ്സ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാളി ജൂനിയറിനെ തോപ്പിച്ചായിരുന്നു. അവൻ്റെ കിലോ എന്ന് പറഞ്ഞാൽ 400 ആയിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടി ടഫായിരിക്കും, കാരണം ഹസ്ലർ എന്ന് പറഞ്ഞത് 950 കിലോയാണ് ഗായ്സ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് നമുക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഗൈസ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ഈ സീരീസിൽ നമ്മൾ എല്ലാ ബോട്ട്സിനെയും തോപ്പിക്കും ഗൈസ്. സോ ടു ദ ഇൻട്രോ. സോ ഗൈസ്, നമ്മളിത് ചാലഞ്ച് മോഡാണ് ഇപ്രാവശ്യം കൊടുക്കുന്നത് ഗൈസ്. ഞാൻ വൈറ്റ് ആയിട്ടാണ് കളിക്കാൻ പോകുന്നത്. സോ നമ്മുടെ മാച്ച് നമ്മൾ തുടങ്ങി ഗൈസ്. ഇപ്പം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹലോ സിറ്റ് ഡൗൺ ഹൗ ഗുഡ് ആർ യു എന്നാണ് ഗൈസ്. അതായത് അവൻ നമ്മളോട് കളിക്കാൻ വേണ്ടി ഇരിക്കാനാണ് പറയണത്. ഞാൻ നോക്കട്ടെ നീ എത്ര ഗുഡാണെന്ന്. അപ്പോൾ നമുക്ക് കളി എന്താ പറയുക, മാച്ച് എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ കളിയിൽ ക്യൂൻ സ്പോണായിരുന്നു ഓപ്പൺ ചെയ്തത്. നമുക്ക് ഇപ്രാവശ്യം കിക്ക് സ്പോൺ ഓപ്പൺ ചെയ്യാം ഗൈസ്. അവനെനിക്കിപ്പോൾ ഒരു ഫസ്റ്റ് മൂവ് കളിച്ചതിന് ശേഷം സെക്കൻഡ് മൂവ് ഫ്രീ ആയിട്ട് തന്നു ഗൈസ്. എനിക്ക് അതായത് സെൻറ്റർ എടുക്കാൻ വേണ്ടിയിട്ട്, എനിക്കതായത് D4 കളിച്ച് സെൻറ്റർ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവിടെ റൂക്കിൻ്റെ പോൺ പുഷ് ചെയ്തു ഗൈസ്. അത് സത്യം പറഞ്ഞൊരു ബ്ലണ്ടറാണ്, കാരണം എനിക്കിപ്പോൾ സെൻറ്റർ കിട്ടി ഗൈസ്. സെൻറ്റർ എടുക്കൽ എന്ന് പറഞ്ഞൊരു ഓപ്പണിങ്ങിലെ മെയിൻ കാര്യമാണ് ഗൈസ്. ഇപ്പോൾ അവൻ എൻ്റെ E4 പോൺ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്, അതിൽ പ്രഷറൈസ് ചെയ്യാണ് ഗൈസ്. ഇപ്പോൾ പോൺ എന്താ പറയുക എക്സ്ചേഞ്ച് ചെയ്തു ഗൈസ്. അവനിപ്പോൾ റൂക്കിൻ്റെ പോൺ പുഷ് ചെയ്തു ഗൈസ്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ എന്തായാലും നമ്മുടെ പീസുകളെ ഡെവലപ്പ് ചെയ്യണ പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. അവൻ ക്യൂവിനെ ഇറക്കി ഗൈസ്. നമുക്ക് ആ നേരം കൊണ്ട് അവനെ ഇതുകൾ ഇറക്കിയാൽ മതിയായിരുന്നു. ഞാൻ ക്യൂവിനെ ചെറിയ അറ്റാക്ക് ചെയ്തു ഗൈസ്. അവൻ നൈറ്റ് കൊണ്ട് ബ്ലോക്ക് ചെയ്തു ഗൈസ്. അത് വളരെ നല്ലൊരു മൂവായിരുന്നു. ബ്ലോക്ക് ചെയ്ത് ഞാനിപ്പോൾ അതിൻ്റെ പ്രഷർ കൊടുക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ നൈറ്റിനെ ടേക്ക് ചെയ്തു, കാരണം എനിക്ക് അവനെ നൈറ്റ് ഫ്രീ ആയിട്ട് തന്നു ഗൈസ്. ഫ്രീ അല്ല, പോൺ പോയി, കാരണം എന്നാലും പോണിന് 1 പോയിൻ്റാണ്, നൈറ്റിന് 3 പോയിൻറ്റും ഗൈസ്. അവൻ്റെ ക്യൂൻ എക്സ്ചേഞ്ച് ചെയ്തു ഗൈസ്. നമ്മൾ കഴിഞ്ഞ കളിയിൽ ഞാനായിരുന്നു ക്യൂൻ എക്സ്ചേഞ്ച് ചെയ്ത്, പക്ഷേ അവൻ ക്യൂൻ എക്സ്ചേഞ്ച് ചെയ്തു ഗൈസ്. അവൻ്റെ പോൺ എടുത്തു ഗൈസ്. അതൊരു ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. പക്ഷേ എനിക്കിവിടെ ഒരു ഫോർക്ക് കിട്ടി ഗൈസ്. അത് വളരെ വലിയൊരു മൂവ് ആയിരുന്നു ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഫോർക്ക് എന്ന് പറഞ്ഞാൽ ആ കിങ്ങിനെയും റൂക്കിനെയും ഞാൻ ഒരുമിച്ച് അറ്റാക്ക് ചെയ്തതാണ് ഗൈസ്. അപ്പോൾ ഫോർക്ക് കിട്ടി ഗൈസ് അവിടെ ഗൈസ്. പിന്നെ നമ്മളിത് ഫ്രീ പോൺസിനൊക്കെ എടുത്ത് പോവാണ് ഗൈസ്. അതിന് സൈഡിൽ നിന്ന് ക്ലീനപ്പ് ചെയ്യാണ് ഗൈസ്. അവൻ്റെ റൂക്ക് പോയ സ്ഥിതിക്ക് എനിക്കാണ് മെയിൻ അഡ്വാൻറ്റേജ് ഉള്ളത് ഗൈസ്. ഗൈസ് അവൻ്റെ ബിഷപ്പ് കളിക്കാൻ കൊണ്ടുവന്നു. ഞാനപ്പോൾ ക്യാസൽ ചെയ്ത് കിങ്ങിനെ സേഫ് ആക്കിയതിന് ശേഷം ബിഷപ്പിനെ കൊണ്ടുവരാനാണ് നോക്കുന്നത് ഗൈസ്. അവൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്തു ഗൈസ്. അത് പ്രശ്നമാണ് ഗൈസ്, കാരണം എനിക്ക് നൈറ്റിനെ മാറ്റണം ഗൈസ്. മറ്റവനെ ആ നൈറ്റ് കൊണ്ട് അവൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ബ്ലാക്ക് ബിഷപ്പ് അവിടെ ട്രാപ്ഡ് ആണ് കേട്ടോ, മറ്റേ ബ്ലാക്കിൻ്റെ, കാരണം അതിന് കളിക്കാനൊരു ഇതുമില്ല, ഡെഡാണ് ഗൈസ് അവിടെ. അവൻ റൂക്കിനെ ഇറക്കി ഗൈസ്. ഇനി ഞാൻ നൈറ്റിനെ കളിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് ഗൈസ്. നൈറ്റ് ഉണ്ടെങ്കിൽ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ കളിച്ചു ഗൈസ്. അവൻ്റെ റൂക്കിനെ എടുത്തു ഗൈസ്. ഞാനപ്പോൾ അവൻ്റെ റൂക്കിനെ ബിഷപ്പ് കൊണ്ട് ക്യാപ്ചർ ചെയ്തു ഗൈസ്. ഞാനിപ്പോൾ അവൻ്റെ ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്തു. അത് വളരെ ബ്ലണ്ടറായിരുന്നു ഗൈസ്, കാരണം എനിക്ക് ആ റൂക്കിനെ വെറും എന്താ പറയുക, അവൻ ക്യാപ്ചർ ചെയ്തത് വെറും 3 പോയിൻറ്റിൻ്റെ നൈറ്റാണ്. അതുപോലെ തന്നെ ആ നൈറ്റിന് സപ്പോർട്ടും ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആ നൈറ്റിനെ കിട്ടി ഗൈസ്. അത് വളരെ വലിയൊരു ബ്രില്യൻറ്റ് മൂവ് ആയിരുന്നില്ല ഗൈസ്. എനിക്കത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അവനെനിക്ക് എന്താ പറയുക റൂക്കിന് തന്നത്. ഇപ്പോൾ എനിക്ക് വളരെ അഡ്വാൻറ്റേജസ് ഉണ്ട് ഗൈസ്. ഇപ്പോൾ എനിക്ക് 2 റൂക്കും ഉണ്ട്, അവന് 2 റൂക്ക് പോലും ഇല്ല ഗൈസ്. ഇപ്പോൾ കളി വളരെ നന്നായിട്ടാണ് പോകുന്നത് ഗൈസ്. എൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ബിഷപ്പിനെ മാറ്റി ഗൈസ്. അവൻ്റെ നൈറ്റിനെ എക്സ്ചേഞ്ച് ചെയ്തു. ഇപ്പോൾ അവൻ നൈറ്റ് മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ ചെക്ക് മേറ്റ് ആക്കണതിനുള്ള ഇതിലേക്ക് പോകാം ഗൈസ്. കാരണം എനിക്ക് 2 റൂക്ക് ഉണ്ട്. ഇപ്പോൾ അവന് അഡ്വാൻറ്റേജ് വളരെ കുറവാണ് ഗൈസ്. അവൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. നമുക്ക് റൂക്കിനെ മാറ്റാം ഗൈസ്. ഞാൻ പതുക്കെ ചെക്ക് വയ്ക്കാനുള്ളൊരു പൊസിഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആ ചെക്ക് വയ്ക്കാനുള്ള പൊസിഷൻ അവൻ ആ നൈറ്റ് കൊണ്ട് കവർ ചെയ്തു ഗൈസ്. ഗൈസ്, ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. അവൻ്റെ റൂക്കിനെടുത്തു ഗൈസ്, സോറി. പക്ഷേ എനിക്കാണ് അഡ്വാൻറ്റേജ്, അവനിപ്പോൾ ഒന്നുമില്ല, അവൻ ജസ്റ്റ് ഫോൺസ് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ പതിയെ ക്യാപ്ചർ ചെയ്യാം ഗൈസ്. എനിക്കിപ്പോൾ ഒരു ഫോണും കൂടി കിട്ടി, ആ ചെക്കാണ്. നമുക്കപ്പോൾ അടുത്ത ഫോണിനെ എടുക്കാം, മറ്റേ ബിഷപ്പിൻ്റെ അവിടെ ഉള്ളത് ഗൈസ്. ഇനി ഒരു ഫോണും കൂടെ ഉള്ളൂ. അതവൻ എനിക്ക് തന്നു. ഓക്കെ, ഗുഡായി, താങ്ക് യു. ഇനി നമുക്ക് പതിയെ എന്താ പറയുക മേറ്റ് ആക്കണം, എൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കാം. എനിക്ക് അവനൊന്ന് കളിപ്പിക്കാൻ തോന്നുന്നുണ്ട് ഗൈസ്. നമുക്കൊരു ക്യൂവിനെ ഉണ്ടാക്കിയിട്ട് പതിയെ മേറ്റ് ആക്കാം
ഗൈസ് ദേ അവൻ എന്നെ സമ്മതിക്കണില്ല ഗൈസ് ക്യൂനാക്കാൻ കളിപ്പിക്കുന്നത് ഇഷ്ടമില്ലെന്ന് തോന്നണം അവന്. ഗൈസ് ദേ ഇപ്പം ഞാൻ എൻ്റെ ഫോണിനെ ദേ പ്രൊമോട്ട് ചെയ്യാറായി ഗൈസ്. ഗൈസ് ദേ ഇപ്പം അവൻ അയ്യോ ഞാൻ മിസ്സായി ഗൈസ്. ഞാൻ പെട്ടെന്ന് മിസ് ക്ലിക്ക് ചെയ്തു. ഞാനത് പ്രതീക്ഷിച്ചില്ല അവൻ മാറ്റുന്നു. ഗൈസ് ഞാൻ ഗൈസ് ഞാൻ ബ്ലണ്ടർ ചെയ്തു. ഞാൻ എൻ്റെ ഫോണിനെ വെറുതെ കൊടുത്തു ഗൈസ്. സീനില്ല, നമുക്ക് ജസ്റ്റ് മറ്റേ ഫോണിനെ കവർ ചെയ്യാം. ഓക്കെ സപ്പോർട്ട് ചെയ്തു ഗൈസ്. ആ ഫോൺ ക്യൂനായി ഗൈസ്. ഞാൻ മീറ്റ് ആക്കാൻ പോകണം ഗൈസ്. ഗൈസ് ഇത് ചെക്ക് വെച്ചു ഗൈസ്. ഞാൻ പതിയെ മീറ്റ് ആക്കാം ഗൈസ്. ഗൈസ് സോറി ഞാൻ മിസ് ക്ലിക്ക് ചെയ്തു. ഞാൻ ശരിക്കും വയ്ക്കാം ഗൈസ്. ഞാൻ ഇപ്പോൾ ശരിക്കും വെച്ചു ഗൈസ്. ഇനി അവൻ അടി പോവും. യെസ് ആൻഡ് ദാറ്റ്സ് മെയ്റ്റ് ഗൈസ്. ഈ കളി എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫായിരുന്നു. ഞാൻ കുറച്ച് ബ്ലണ്ടേഴ്സൊക്കെ കാണിച്ചു. എന്നാലും സീനില്ല, നമുക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റി ഗൈസ്. ഹസ്ലറിനെ തോൽപ്പിക്കാൻ പറ്റി. ഇത് വളരെ നല്ലൊരു മാച്ചായിരുന്നു. ഗൈസ് ഇത് അവൻ പറയണു മറ്റവൻ്റെ പോലെ കരച്ചിലൊന്നുമില്ല. ദാറ്റ്സ് ഗ്രേറ്റ് വർക്ക്, യു ഗോട്ട് മൈ റെസ്പെക്ട് കിഡ് എന്നാണ് പറയുന്നത്. അവൻ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു ഗൈസ്. നന്നായിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഹോപ്പ് യു ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.